ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹിറീസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർ ആയിട്ടുള്ള ലെക്സോൺ ടാറ്റയിലാണ്. ഞാനിന്ന് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ ലൈനപ്പിലുള്ള വാഹനങ്ങൾക്കൊക്കെ ഇപ്പം കറന്റ് ഒരുപാട് നല്ല ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ടാറ്റയുടെ വാഹനങ്ങളായിട്ടുള്ള കർവ്, അൾട്രോസ്, പഞ്ച്, നെക്സോൺ തുടങ്ങിയിട്ടുള്ള മോഡൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനൊക്കെ നല്ല കിടിലൻ ഓഫേഴ്സ് ഇപ്പം കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ GST വന്ന സമയത്ത് വണ്ടിയുടെ പ്രൈസിൽ ടാറ്റ ഒരുപാട് നല്ലൊരു റിഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 75,000 തൊട്ടിട്ട് 1,50,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ്, അല്ലെങ്കിൽ അത്രയും കുറവ് നമുക്ക് വണ്ടിയുടെ പ്രൈസിൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദീപാവലി ഓഫറും കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് പുതിയ കൺസ്യൂമർ ഓഫർ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഒരുപാടധികം ഓഫേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഇപ്പം നമുക്ക് ടാറ്റ വാഹനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓരോ വാഹനത്തിനും എത്രത്തോളം നമുക്ക് ഓഫർ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഓരോ വാഹനത്തിലും വന്നിട്ടുള്ള ഓഫേഴ്സിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമുക്കിവിടെ അഫ്സൽ ബ്രോ ഉണ്ട്. ബ്രോ ഹായ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പം ലേറ്റസ്റ്റ് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്? നമുക്ക് ഓൾറെഡി GSTയിൽ നല്ലൊരു എമൗണ്ട് റിഡക്ഷൻ വന്നിട്ടുണ്ട്. അതിന് പുറമെ നമുക്കിപ്പോൾ നെക്സോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ GSTയിൽ എത്രത്തോളം രൂപ കുറവ് വന്നിട്ടുണ്ട്? നെക്സോണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കറന്റ് 1,54,000 രൂപ നമുക്ക് നെക്സോണിൽ ഓഫർ വന്നിട്ടുണ്ട്. അതായത് GSTയിൽ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതെ, 1,54,000 രൂപ ഓഫറിൽ പ്രൈസ് വന്നിട്ടുണ്ട്, GST ബെനിഫിറ്റ് ആയിട്ട്. ഓക്കെ. അതിന് പുറമെ നമുക്ക് നെക്സോണിൽ വന്നിട്ടുള്ളത് നമുക്ക് പെട്രോൾ വെഹിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ 20,000 രൂപയാണ് നമുക്ക് കൺസ്യൂമർ ഓഫർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് 20,000 രൂപ വന്നിട്ടുണ്ട്. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ടാറ്റ വെഹിക്കിൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോയാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 20,000 രൂപയുടെ ഒരു ഓഫർ കൂടി വരുന്നുണ്ട്. ഓക്കെ. അതിന് പുറമെ നമ്മൾ ടാറ്റ ഗ്രൂപ്പ്, അതായത് ടാറ്റ ഗ്രൂപ്പ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 8,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നവരെ റഫറലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ അതിന് പുറമെ നമുക്ക് 68,000 രൂപയുടെ ബെനിഫിറ്റാണ് ഓഫറാണ് നെക്സോണിൽ ലഭിക്കുന്നത്. അതായത് ഒരു എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20,000 രൂപയും, അത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു ടാറ്റ വെഹിക്കിൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഒരു 20,000 രൂപയും കൂടെ നിങ്ങൾക്ക് ടോട്ടൽ ഓഫറായിട്ട് അതായത് എക്സ്ചേഞ്ചിൽ മാത്രം കിട്ടും. അപ്പോൾ അതിൻ്റെ പുറമെയാണ് നമുക്ക് ഈ പറയുന്ന കൺസ്യൂമർ ഓഫറും കൂടെ വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ഓഫർ, പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള ഓഫർ, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഏകദേശം 68,000 രൂപയുടെ ഓഫറാണ് നമുക്ക് ഇപ്പം നിലവിൽ നെക്സോണിന് ലഭിക്കുന്നത്. അതുപോലെ പഞ്ചിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പഞ്ചിന്റെ കേസിൽ നമുക്ക് 86,000 രൂപയാണ് നമുക്ക് ഓഫർ വന്നിട്ടുള്ളത്. 86,000 രൂപ GSTയുടെ ബെനിഫിറ്റ് വന്നിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് കൺസ്യൂമർ ഓഫർ ആയിട്ട് നമുക്ക് 20,000 രൂപയും, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് 20,000 രൂപയും, പിന്നെ എക്സിസ്റ്റിംഗ് ടാറ്റ വെഹിക്കിൾ യൂസ് ചെയ്യണമെങ്കിൽ ലോയാലിറ്റി ആയിട്ട് നമുക്ക് 20,000 രൂപയും വന്നിട്ടുണ്ട്. പുറമെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് എംപ്ലോയീസിന് നമുക്കൊരു 5,000 രൂപയുടെ ഓഫറാണ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 60,000 രൂപ ഓഫർ. 60,000 രൂപയുടെ ഓഫർ ഈ നെക്സോണിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏകദേശം 60,000 രൂപയുടെ ഓഫർ ടോട്ടലായിട്ട് നമുക്ക് 20,000 രൂപ കൺസ്യൂമർ ഓഫറായിട്ടും ബാക്കി എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40,000 രൂപയോളം നമുക്ക് എക്സിസ്റ്റിംഗ് വെഹിക്കിൾ ടാറ്റ വെഹിക്കിൾ ആണെങ്കിൽ 20,000 കൂട്ടിയിട്ട് 40,000 രൂപ നമുക്ക് എക്സ്ചേഞ്ചിൽ തന്നെ നമുക്ക് പഞ്ചിൽ ഓഫർ ഡിസ്കൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നമ്മൾ അൾട്രോസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് അൾട്രോസിൻ്റെ കേസിൽ നമുക്ക് 1,11,000 രൂപയാണ് നമുക്ക് GSTയുടെ ബെനിഫിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, 1,11,000 നമുക്ക് ഓൾറെഡി GSTയിൽ കുറഞ്ഞു. അതിന് പുറമെയാണ് നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്ക് 10,000 രൂപയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ടാറ്റ ഗ്രൂപ്പ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയും, അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് റഫറലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2,500 രൂപയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അപ് ടു നമുക്ക് 15,000 രൂപയുടെ ഓഫറാണ് അൾട്രോസിൽ വന്നിട്ടുണ്ട്. അൾട്രോസിൽ അപ്പോൾ പുതിയ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 15,000 രൂപയാണ് എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ടോട്ടൽ വരുന്നത്. അതിന് പുറമെ നമുക്ക് ഓൾറെഡി 1,11,000 രൂപ GSTയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കർവിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർവ് ഇപ്പം നമുക്ക് ഈ കാണുന്നത് ഡീസൽ ടർബോ വരുന്ന ഡീസൽ വേരിയൻ്റ് ആണ് അല്ലേ? കർവിന് എങ്ങനെയാണ് ഓഫർ വന്നുള്ളത്? ഏകദേശം 67,000 രൂപ ഓക്കെ GSTയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർവിന് നമുക്ക് 20,000 രൂപ നമുക്ക് കൺസ്യൂമർ ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് 20,000 രൂപ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ടാറ്റ ഗ്രൂപ്പ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 8,000 രൂപയുടെ ഓഫറും, അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് റഫറലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയാണ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് 48,000 രൂപയുടെ ഓഫറാണ് കർവിൻ്റെ കാര്യത്തിൽ. കർവിൽ ഏകദേശം 48,000 രൂപയുടെ ഓഫേഴ്സാണ് നമുക്ക് കറൻ്റ്ലി വന്നിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് കർവിലാണെങ്കിൽ കുറച്ച് ഇയർ ബാക്ക് മോഡൽസും കൂടെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണല്ലോ അല്ലേ? ഡീസലിൽ കർവ് ഡീസൽ നമുക്ക് ഇയർ ബാക്ക് വെഹിക്കിൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഓഫറും പ്ലസ് നമുക്ക് ഇയർ ബാക്ക് ഓഫറായിട്ട് 1,00,000 രൂപ വരെ നമുക്ക് ഓഫർ ഉണ്ട്. ഓക്കെ, അപ്പോൾ 1,00,000 കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കർവിൻ്റെ മുകളിൽ ഓഫർ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ചെറിയ വാഹനമായിട്ടുള്ള ടിയാഗോയിലേക്ക് പോയാലോ? ടിയാഗോന്റെ കാര്യത്തിൽ ഏകദേശം 75,300 രൂപയാണ് നമുക്ക് ഓഫറായിട്ട് വന്നുള്ളത് അല്ലേ? ടിയാഗോന്റെ നമുക്ക് 70,000 രൂപ നമുക്ക് കറന്റ് ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ,
അതിന് നമുക്ക് 20,000 രൂപ നമുക്ക് കൺസ്യൂമർ ഓഫറും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് 20,000 രൂപയും പിന്നെ നമുക്ക് ലോയാലിറ്റി ആയിട്ട് എക്സിസ്റ്റിംഗ് ടാറ്റ വെഹിക്കിൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ ലോയാലിറ്റി ഓഫർ പ്ലസ് നമ്മൾ ടാറ്റ ഗ്രൂപ്പ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപയും അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് എംപ്ലോയി റെഫറലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയും അപ്പോൾ നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയുടെ ഓഫർ അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 കാറ്റഗറി കോർപ്പറേറ്റ് ഓഫറായിട്ട് നമുക്ക് 10,000 രൂപയും അതുപോലെ തന്നെ ആദിത്യ ബിർള ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയുടെ ഓഫറാണ് വന്നത് നമുക്ക് 70,000 രൂപ വരെ ഈ ഒരു ഓഫർ ഓക്കെ 70,000 രൂപയോളം 75,000 രൂപ ഓൾറെഡി GST കുറഞ്ഞു. അതിന് പുറമെ 70,000 രൂപയും കൂടെ നമുക്ക് അഡീഷണൽ ഓഫറായിട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹാരിയറിന്റെ ഡാർക്ക് എഡിഷൻ ആണ് ഈ കാണുന്നത്. ഹാരിയറിന്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ പുതിയ ഓഫേഴ്സ് വന്നിട്ടുണ്ട്? ഹാരിയറിൽ നമുക്ക് കറന്റ് 1,44,000 രൂപ നമുക്ക് ഇതിന്റെ ഓഫറായിട്ട് GST ഓഫറായിട്ട് 1,44,000 രൂപ ഓഫറായിട്ട് വന്നിട്ടുണ്ട്. അതിന് പുറമെ ഹാരിയറിൽ നമുക്ക് വന്നിട്ടുള്ളത് 50,000 രൂപ നമുക്ക് കൺസ്യൂമർ ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് പുറമെ നമുക്ക് 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ടാറ്റ ഗ്രൂപ്പ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപയുടെ ഓഫറും അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് റെഫറലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6,000 രൂപയും അതുപോലെ നമ്മുടെ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയും അതുപോലെ തന്നെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 നമുക്ക് കോർപ്പറേറ്റ് ഓഫറായിട്ട് 10,000 രൂപയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അപ് ടു നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ 85,000 രൂപയാണ് നമുക്ക് ടോട്ടൽ ഓഫറായിട്ട് 85,000 രൂപയോളം നമുക്ക് ടോട്ടലി അഡീഷണൽ ഓഫറായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഹാരിയറിന്റെ കേസ് പറയുകയാണെങ്കിൽ. അപ്പം ഇനി ഇവിടെ കറന്റ് ഉള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈ കണ്ട ഈ ലൈനപ്പിലുള്ള വണ്ടികളുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. ഇത് EVയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിൽ ഹാരിയറിന്റെ വലിയ മോഡൽ 7 സീറ്റർ ആയിട്ടുള്ള സഫാരിയും കൂടെയാണ്. സഫാരിയിൽ വരുന്നതും ഏകദേശം ഹാരിയറിന് സെയിം ആയിട്ടുള്ള ഓഫർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ടാറ്റയുടെ വാഹനങ്ങളുടെ ഓഫർ എന്ന് പറയുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഇയർ ബാക്ക് വെഹിക്കിൾസ് നെക്സോണിലും അതുപോലെ തന്നെ കർവിലും ബാക്കി ചില മോഡൽസിലൊക്കെ ഇയർ ബാക്ക് വെഹിക്കിൾസും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇയർ ബാക്ക് വെഹിക്കിളാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഓഫേഴ്സ് അഡീഷണൽ ഏകദേശം ഈ പറഞ്ഞ പോലെ 1,50,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഒക്കെ ഓഫേഴ്സും കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും.